ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഓവനൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ബ്രെഡ് റെഡിയാക്കി എടുത്താലോ. അപ്പം അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തു. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ആക്റ്റീവായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇത് ആക്റ്റീവായി വന്ന ശേഷം 2 കപ്പ് മൈദയും 1 പിഞ്ച് സോൾട്ടും കൂടെ അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരുപാട് ടൈമൊന്നും കുഴക്കണ്ട. ഇതുപോലെ വലിച്ച് നീട്ടിയിട്ട് ഒരു 5 മിനിറ്റ് കുഴച്ചെടുത്താൽ മതി. ഇത് കുഴച്ചെടുത്ത ശേഷം ഇനി ഒന്നും കൂടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ 1 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ട് മൂടി വെക്കുക. ഇനി ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്ന ശേഷം ഇത് ഒന്നും കൂടെ കുഴച്ചെടുക്കണം. ഇനി ജസ്റ്റ് ഒന്ന് കുഴച്ചാൽ മതി. നേരത്തെ അത്രയൊന്നും കുഴക്കണ്ട. ഇനി ഒരു ബ്രെഡ് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് ഈ മാവ് വെച്ച് കൊടുക്കണം. അതിനു മുന്നേ മൈദ മാവിനെ ഒന്ന് പരത്തിയെടുത്ത് ഇതുപോലെ റോൾ ചെയ്ത ശേഷമാണ് ബ്രെഡ് ടിന്നിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് ഒന്നുകൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 15 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഈ മാവ് ഒന്നുകൂടെ പൊങ്ങി വന്ന ശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ച് പാല് തേച്ച് കൊടുക്കുന്നുണ്ട്. ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് സോസ് പാൻ വെച്ച ശേഷം അതിലേക്കൊരു റിങ് ഇറക്കി വെക്കുക. ഇനി ബ്രെഡിൻ്റെ മോൾഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതൊരു 30 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി വന്നോളും. പിന്നെ ഫ്ലെയിമിനനുസരിച്ച് ചിലപ്പോൾ ടൈമൊന്ന് ചേഞ്ച് ആവും. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. ബ്രെഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം മോൾഡിന്ന് എടുക്കാം. കത്തി കൊണ്ട് ഇതുപോലെ അരികൊന്ന് വിടിയിച്ച ശേഷം പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ചൂടാറിയ ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ബ്രെഡ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.